അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കണ്ണാടിയായി വന്നതോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ എന്തൊക്കെ ഇമോഷൻസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ഒരു അവബോധം നമ്മളിൽ സൃഷ്ടിക്കണം എന്നതാണ് സത്യം. അതുപോലെ തന്നെ നമ്മൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഒരു പൂച്ചയാണ് നോക്കുന്നത്, പക്ഷെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് ഒരു സിംഹത്തെ പോലെയാണ്. സിംഹത്തെ പോലെയാണ് അല്ലെ? ഇതാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ നമ്മളെ മനസ്സിലാക്കി എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇനി ഇതിപ്പോ നമ്മൾ വളരെ ഒരു സെൽഫ് എസ്റ്റീം ഇല്ല, ഒന്നുമില്ല, നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഫീലിംഗ് ആണ് നമ്മൾ ഉൾക്കൊണ്ടിട്ടിരിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ സൗന്ദര്യം ഇല്ല, നമ്മൾക്ക് അതില്ല, ഇതില്ല, കുറ്റം കുറവുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് നമുക്ക് സെൽഫ് അവയർനെസ് ഡെഫിനറ്റ്ലി പൂച്ചയായിട്ടിരിക്കുന്ന നമ്മൾക്ക് പോലും പുലിയായി മാറാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ ഇന്നത്തെ എന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, slide. The end of the session, all the participants will be enabled with minimum 3 needs of self-awareness and also 3 strategies to practice self-awareness in our daily life. Next. അപ്പോ എന്താണ് സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ സ്വഅവബോധം? സെൽഫ് അവയർനെസ് is the ability to recognize and understand your own thoughts, your own emotions and your own action അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയർ ഇൻ അവർ ഡെയിലി ലൈഫ്. ഇപ്പോ ഇതിന് ഒരു ഉദാഹരണം, ഞാൻ നിങ്ങളോട് എൻ്റെ മിറർ ആവോ ചങ്ങാതി ആവോ എന്ന് ചോദിച്ചപ്പോ നമ്മളിൽ രണ്ടുപേരിലും മെയിൻ ആയിട്ടുണ്ടായ 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എംപത്തൈസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ. കാരണം നമ്മളൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ആണ്, മറ്റുള്ളവരോട് എമ്പതി തോന്നാൻ നമുക്ക് പറ്റും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് എന്താണ് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പൊ ഫോക്കസ് ആൻഡ് എംപതി ഇത് രണ്ടും ഭയങ്കര സെൽഫ് അവയർനെസ്സിനെ ലിങ്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ കൊടുത്തിരിക്കുകയാണ്. എന്താണ് സെൽഫ് അവയർനെസ് ഫീൽഡ്? നമ്മളുടെ തിങ്കിങ്, നമ്മളുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ചിന്ത, നമ്മളുടെ വികാരങ്ങൾ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ സെൻസേഷൻ, ബോഡ്ലി സെൻസേഷൻ. അതായത് ഇപ്പൊ നമ്മള് പെട്ടെന്ന് സ്ട്രെസ്സിലേക്ക് പോയി സമയത്ത് നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടും. അപ്പോൾ അതൊക്കെ നമ്മളുടെ എനി കൈൻഡ് ഓഫ് ഇമോഷൻസ്, സെൽഫ് അവയർനെസ് നമ്മുടെ ബോഡി ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി 2 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിലത്തെ 2 റിമാർക്കബിൾ ഡേ ഉണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ജനനവും മരണവും. ജനനം ശരിയാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കരഞ്ഞിട്ടാണ് ജനിക്കുക അല്ലെ? ഒരാൾക്കും അത് വ്യത്യാസമില്ല. ആരും ചിരിച്ച് ഹഹ പറഞ്ഞ് നമ്മൾ ജനിച്ചു വീഴില്ല. അപ്പോ അതന്നെ നമ്മളുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു പുതിയ ലോകത്തേക്ക് വരുന്നു എന്നുള്ള ഒരു സെൽഫ് അവയർനെസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ജനിച്ചു വരുന്നത്. രണ്ടാമത്തെ ഏറ്റവും സെൽഫ് അവയർനെസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡേ ഏതാണെന്ന് പറയാൻ പറ്റും? മരണത്തിന്റെ മുന്നുള്ള ഒരു സംഭവം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ദിവസമാണ്. വെരി ഗുഡ്. നമ്മളുടെ പർപ്പസ് എന്താണ്, നമ്മൾ ജീവിക്കാനുള്ള പർപ്പസ് ആരാണ് അത് പറഞ്ഞത്? ഒരു നല്ല കൈയടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താ പറയാ, നമ്മളുടെ പർപ്പസ്, നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ എന്ന് കണ്ടെത്താൻ കഴിയുന്നു നമ്മൾക്ക്, അതാണ് ഏറ്റവും വലിയ ഇന്നത്തെ രണ്ടാമത്തെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡേ നമ്മൾ പറയുന്നത്. എല്ലാവരും ജനിക്കും, എല്ലാവരും മരിക്കും. അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണു, നമ്മൾ എന്ത് ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ സെൽഫ് അവയർനെസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ രണ്ടാമത്തെ ലക്ഷ്യം. നെക്സ്റ്റ് ലൈൻ. ഈ ജയസൂര്യയുടെ കൂടെ നിൽക്കുന്ന ഈ ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ?
ഒരു ക്ലൂ തരാം. അതാ വെള്ളം എന്ന് പറഞ്ഞ സിനിമയിലെ അതെ അതെ അതെ, ആരാണ് പറഞ്ഞത്? എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കണേ. മുരളി സാറാ പറഞ്ഞത്. മുരളി സാറാണ് പറഞ്ഞത്. മുരളി സാർ. മുരളി സാർ. ഇയാളെ പേര് മുരളി അല്ലേ? മുരളി ഹലോ സാർ ഉത്തരം പറയാതിരിക്കില്ലേ? അതെ, ഇയാളെ പേര് മുരളി തന്നെയല്ലേ? ഞാൻ മുരളി അല്ല, ഞാൻ. ഓക്കെ. മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നു. മാം ബ്രേക്ക് ആവുന്നു. അവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ദിനേശ് സാറേ, ഇദ്ദേഹത്തിന്റെ പേര് മുരളി എന്നാണ്. മാം വോയിസ് ഒന്ന് ബ്രേക്ക് ആയിരുന്നു. ഈ ക്യാരക്ടറിന്റെ പേര് മുരളി തന്നെയാണ്. അപ്പോ അദ്ദേഹം അങ്ങനെ വളരെ ഒരു നാടൻ പയ്യനായിട്ട്, സാധാരണ ഒരു നാട്ടിൻ പുറത്തെ പയ്യനായിട്ട് ജീവിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ അദ്ദേഹം സ്വയം ലഹരിക്ക് അടിമപ്പെട്ടു, കള്ളുകൂടി തുടങ്ങി. അദ്ദേഹത്തിന്റെ കൺട്രോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ കാലിബർ ഉണ്ടായിട്ടും അദ്ദേഹം തിരിച്ചറിയാൻ പറ്റാത്തയായി. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. കുടുംബം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, ഭാര്യ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നു. ലാസ്റ്റ് അദ്ദേഹം റീഹാബിലായി. ഈ റീഹാബിലായ സമയത്താണ് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം കല്യാണം കഴിയുന്നവരെ വീട്ടുകാർ സംരക്ഷിച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ ആ ലീഡ് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇതിൽ വളരെ മനോഹരമായ ഒരു ഗാനത്തിൽ കൂടെ ഈ ഒരു സ്റ്റോറി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടുപേരി നിങ്ങൾക്ക് വേണ്ടി പാടാൻ ആഗ്രഹിക്കുകയാണ്. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. സമയപരിധി കാരണം എത്രേ പാടുള്ളൂ. അപ്പോ ഇതില് ഈ പാട്ടിൽ തന്നെ അത് വ്യക്തമാണ്. ഇദ്ദേഹം പറയണത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഞാൻ ആരായിരുന്നു എന്ന് റീഹാബിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ശരി, ഇത്രയും കാലം ഞാൻ ഇത്രയും ആഫ്റ്റർ മാരേജ് ഞാൻ ജീവിച്ചത് എൻ്റെ ഭാര്യ എന്നുള്ള ഒരു വ്യക്തി എൻ്റെ കുടുംബം മുമ്പിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു ചിന്ത. അതോടുകൂടി ആള് റിയലൈസേഷൻ വരികയാണ്, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഞാൻ ആരാണ്, എൻ്റെ കഴിവ് എന്താണ് എന്നുള്ളത്. അന്ന് തൊട്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കഴിവുകൾ, എന്താണ് എൻ്റെ സ്ട്രെങ്ത്, എനിക്ക് പറ്റിയ തെറ്റുകൾ എന്താണ്. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. അത് എന്ന് നമ്മൾ റിയലൈസ് റിയലൈസ് ചെയ്ത് മുമ്പിലേക്ക് വരുന്നു, അതാണ് നമ്മുടെ വിജയം, ഓരോരുത്തരുടെയും വിജയം. ഈ മനുഷ്യൻ ഇന്ന് കാണുന്ന ഇന്നത്തെ ഏറ്റവും വലിയൊരു ബിസിനസ്മാൻ ആണ്. അതാണ് അദ്ദേഹത്തിന്റെ സക്സസ്. സോ ഇത് സെൽഫ് അവയർനെസ് എന്നുള്ളത് നമുക്ക് ആർക്കും എപ്പോ വേണമെങ്കിലും ആർജിച്ചെടുക്കാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഞാൻ തുറന്നു കാണിക്കുകയാണ്. സർ പ്ലീസ് നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോ നമ്മൾ പറഞ്ഞു എന്തിന് നമുക്ക് സെൽഫ് അവയർനെസ് വേണം. വൈ സെൽഫ് അവയർനെസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. സെൽഫ് അവയർനെസ് ഉള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും നല്ല ഒരു ഡിസിഷൻ മേക്കർ ആയിരിക്കും. നമുക്ക് ഇനി ഒരാളുടെ അടുത്ത് നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആണെങ്കിൽ ഇനി ഒരാളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സെൽഫ് ലവ് നമുക്കറിയാം, നമ്മളെ സ്നേഹിക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാളെ ലവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബീയിങ് എംപത്തറ്റിക്, കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് സെൽഫ് അവയർനെസ്. നമ്മൾ സെൽഫ് അവെയർ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് എവിടെ വേണമെങ്കിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പർപ്പസ് ഇൻ ലൈഫ്, റാബിയ മാം ആണ് തോന്നുന്നു, റാബിന മാം പറഞ്ഞ മാതിരി നമ്മളുടെ പർപ്പസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെൽഫ് അവയർനെസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ, എന്ത് നമ്മൾ ചെയ്യണമെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ സക്സസ് അല്ലാണ്ട് വേറെ എന്താ ഉണ്ടാവുക. ഇനി ബോട്ടം ലൈൻ എന്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, സെൽഫ് അവയർനെസ് ഉള്ള ഒരു മനുഷ്യന് എന്ത് വേണമെങ്കിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഗുഡ് റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. സർ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നെക്സ്റ്റ്, ഹൗ ടു പ്രാക്ടീസ് സെൽഫ് അവയർനെസ്. നമുക്ക് എങ്ങനെ സെൽഫ് അവയർനെസ് പ്രാക്ടിക്കലി ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ സെൽഫ് അവയർനെസ്സിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിലേക്ക് ഒരു ചിന്ത, നമ്മളെ കുറിച്ച് ഹു ആം ഐ,
വാട്ട് ഈസ് മൈ കാലിബർ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരണം. അപ്പൊ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്, എല്ലാവർക്കും അറിയാം. ദെൻ ജേർണലിങ്, നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഡെയിലി ഒരു ബുക്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് അവയർനെസ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് ഫീഡ്ബാക്സ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നമ്മളുടെ സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ അടുത്താണെങ്കിലും നമ്മൾ ചോദിക്കുക, സർ ഞാൻ ഇന്ന് ഒരു പ്രസന്റേഷൻ ചെയ്തു, എന്റെ അഭിപ്രായങ്ങളൊന്ന് പറയൂ, തെറ്റാണെങ്കിലും എന്ത് കുറ്റുണ്ടെങ്കിലും പറയൂ എന്ന് ഞാൻ ചോദിച്ച് നമ്മുടെ ഒരു മെന്റർ നമ്മളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ തെറ്റ് മനസ്സിലാക്കി അത് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ മുമ്പിലേക്ക് പോണ ആ ഒരു അവസ്ഥ, അത് നമുക്ക് ഇത് ഫീഡ്ബാക്സ് എന്നുള്ളതിൽ കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് 3 minutes. ഓക്കെ, താങ്ക് യു സർ. ലാസ്റ്റ് ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്താണ് കമ്പാരിസൺ വേണ്ടത്. നമ്മൾ ഇനി ഒരാളുടെ അടുത്ത് കമ്പാരിസൺ ചെയ്യരുത്. നമ്മൾ എപ്പോ കരിയർ തുടങ്ങി, ആ കരിയറിൽ നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു, ശരി, അതിന്റെ ശേഷം നെക്സ്റ്റ് 5 years ഞാൻ എവിടെ എത്തി, എന്തൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായി, അതിനുള്ള കാരണങ്ങൾ അത് നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കി മുമ്പിലേക്ക് പോണതാണ് യഥാർത്ഥ സെൽഫ് അവയർനെസ്. അതിന് ടൈം ലൈൻ എന്ന് പറഞ്ഞ ഒരു എക്സസൈസ് നമ്മളെ സഹായിക്കും. Then it's not the least but the most, every day നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ സെൽഫ് കെയർ, സെൽഫ് ലവ്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ദെൻ നമ്മളുടെ ഉള്ളിലൊക്കെ ഓരോ തരം വാല്യൂസ് ഉണ്ട്, അത് എന്താണെന്ന് കണ്ടെത്തി നമ്മൾ അതിൽ കൂടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ലൈഫ് ഉണ്ടാകുന്നത്. സർ നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് സോട്ട് അനാലിസിസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ജീവിതത്തിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഒരു A4 സൈസ് ഷീറ്റ് എടുത്തിട്ട് അത് 4 ആക്കി മടക്കി, ഒന്നിൽ സ്ട്രെങ്ത്, ഒന്നിൽ വീക്ക്നെസ്, ഒന്നിൽ ഓപ്പർച്യൂണിറ്റീസ്, ഒന്നിൽ ത്രെറ്റ്, 4 കോളങ്ങളാക്കി എഴുതിയിട്ട് നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾക്ക് കഴിവുകളുണ്ട് അതിനെക്കുറിച്ച് ലിസ്റ്റ് ഔട്ട് ദ ഗുഡ് തിങ്സ്, ദ ക്വാളിറ്റീസ്, അത് സ്ട്രെങ്ത്തിൽ എഴുതാം. വീക്ക്നെസ്, നിങ്ങൾക്ക് തോന്നാം എന്തൊക്കെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ സിംഗിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യണം, അതൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ വീക്ക്നെസ്സിലേക്ക് ഇടാൻ, അതിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ദെൻ ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയും സ്ട്രെങ്തോട് കൂടി എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നോക്കുക. ത്രെഡ്, ഇതിനെന്താണ് ഇതായിട്ട് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്റെ ഇൻട്രൊഡക്ഷനിൽ ദിനേശ് സാർ പറഞ്ഞു എനിക്കിവിടെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ കർണാടകയിൽ എനിക്ക് കന്നഡ പഠിക്കണമായിരുന്നു, അതായിരുന്നു എന്റെ ത്രെഡ്. ഞാൻ എന്ത് ചെയ്തു, അത് പഠിക്കാൻ ശ്രമിച്ചു, ഞാൻ കൂടുതൽ സംസാരിക്കാൻ, തെറ്റിയാലും വേണ്ടില്ല വെച്ചാൽ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി, അങ്ങനെ ഞാൻ കന്നഡ ഫ്ലുവൻ്റ് ആയി. എനിക്ക് ഇവിടെ ഗവൺമെന്റ് കോളേജിൽ തന്നെ എനിക്ക് ഒരു ജോലി കിട്ടി. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. സർ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇത് നിങ്ങൾക്കുള്ള ഒരു എക്സസൈസ് ആണ്, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇത് 2 രീതിയിലുള്ള സെൽഫ് അവയർനെസ് ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പീപ്പിൾ ഹൂ ഹാവിങ് ലോ സെൽഫ് അവയർനെസ്, അവരുടെ റിലേഷൻഷിപ്പ് ഈ പിക്ചറിൽ കാണുന്ന മാതിരി ആയിരിക്കും. ഗുഡ് സെൽഫ് അവയർനെസ് ഉള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പ് എപ്പോഴും നന്നായിരിക്കും. ദെൻ മൂഡ്, എപ്പോഴും ലോ മൂഡ് ആയിരിക്കും സെൽഫ് അവയർനെസ് അല്ലാത്ത ആൾ എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കും. ദെൻ സക്സസ്, എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സെൽഫ് അവെയർ ആയിരിക്കും, അല്ലാത്ത ആൾക്കാർ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നിരാശരായിട്ടായിരിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഒരു നമ്മുടെ സ്റ്റീഫൻ ആർ കോവയുടെ ഒരു വളരെ നല്ലൊരു ഡെഫിനിഷൻ ആണ് സെൽഫ് അവെയർനെസ്സിനെ പറ്റിയിട്ട്. സെൽഫ് അവെയർനെസ് ഈസ് അവർ കപ്പാസിറ്റി ടു സ്റ്റാൻഡ് അപ്പാർട്ട് ഫ്രം അവർ സെൽസ് ആൻഡ് എക്സാമിൻ അവർ തിങ്കിങ്, അവർ മോട്ടീവ്സ്, അവർ ഹിസ്റ്ററി, അവർ സ്ക്രിപ്റ്റ്സ്, our action and our habits and tendencies. അപ്പം അദ്ദേഹം പറയണത് എന്താണ്, ഇതിൽ കൂടെ നമ്മൾക്ക് സെൽഫ് അവെയർനെസ് എന്നുള്ള ഒരു സംഭവത്തിൽ കൂടെ നമ്മൾക്ക് നമ്മളുടെ മോട്ടീവ്സ്, നമ്മളുടെ ലൈഫ് സ്ക്രിപ്റ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും, ആക്ഷൻസ്, ഹാബിറ്റ്, ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും സെൽഫ് അവെയർ ആയിരിക്കേണ്ടതിന്റെ അത്യാവശ്യതയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മളൊരു സൂര്യകാന്തി പൂക്കൾ കണ്ടിട്ടുണ്ട്. ഈ സൂര്യകാന്തി പൂക്കളിൽ ഒരു ലെൻസിൽ കൂടെ നോക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സക്സസ് തന്നെ ഉണ്ടായിരിക്കും, എപ്പോഴും സെൽഫ് അവെയർ ആയിട്ട് ഇരിക്കാനും പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീജ മാം, താങ്ക് യു. 15 മിനിറ്റിനുള്ളിൽ ഇത്രയും മനോഹരമായിട്ട് മാം സെഷൻ എടുത്തു. കൂടാതെ ജീവിതത്തിൽ ഉയർന്നു പോകുന്ന ആളുകളും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളും നല്ല ജീവിതം സൃഷ്ടിക്കുന്ന ആളുകളും അതിന്റെ ഓപ്പോസിറ്റുള്ള ആളുകളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഈ 15 മിനിറ്റിന്റെ ഉള്ളിൽ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി. ഒരുപാട് നന്ദി മാം. താങ്ക് യു വെരി മച്ച്. ഇനി
നമുക്ക് Thank ഇന്നത്തെ you all. Thank you. താങ്ക് യു ഓൾ. ഇനി നമുക്ക് ഇന്നത്തെ ഈ സെഷന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ട്രെയിനറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ട്രെയിനർ മാം വരുന്നത്, മാം പൊന്നാനി സ്വദേശിയാണ്, മലപ്പുറം ജില്ലയിലെ. ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്താണ്. ബേസിക്കലി ഒരു ടീച്ചറാണ്. ടീച്ചിങ്ങിന്റെ കൂടെ അവിടെ എന്തൊക്കെ ആഡ് ഓൺ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലേണിംഗ് ഡിസബിലിറ്റി, സൈക്കോളജി, കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പഠിക്കുന്നു. അതോടൊപ്പം സൊസൈറ്റിക്ക് ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു നല്ല കൗൺസിലറാണ്, നല്ലൊരു ട്രെയിനറാണ്, കൂടാതെ വളരെ മികച്ചൊരു അധ്യാപികയുടെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മൂന്നാമത്തെ ട്രെയിനർ, മാം അസീന ബുർഹാൻ. കോട്ടയം സ്വദേശിയാണ്. മാം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ 11 ലൈറ്റിന്റെ ഈ സീരീസിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു യു മാം. മാമിന്റെ മൈക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ഓക്കെ സാർ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ മാം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you, Dinesh sir, for this wonderful introduction and for giving me such a wonderful experience. ഇങ്ങനെ ഒരു ക്ലാസ് നടത്താൻ തീരുമാനിച്ചതിനും വളരെ നല്ല ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുമെല്ലാം ദിനേശ് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്പീക്കേഴ്സ്, മുന്നേ പറഞ്ഞ ട്രെയിനേഴ്സ് ശ്രീജ മാമും ജിഷ മാമും എല്ലാം വളരെ നല്ല രീതിയിൽ അവരുടെ സെഷൻസ് കൺക്ലൂഡ് ചെയ്തു. പല കാര്യങ്ങളും നമ്മുടെ ടോപ്പിക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇമോഷണൽ വെൽബീയിങ് എന്ന ടോപ്പിക്കിന് ഒരു എക്സ്പ്ലനേഷൻ ഷെയർ ചെയ്യാനായി ആഗ്രഹിക്കുന്നു. സോ നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മുടെ ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്, അല്ലെ? എന്താണ് നമ്മുടെ ഇമോഷൻസ്? എന്തിനെയാണ് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് തന്നെ. വെരി ഗുഡ്, താങ്ക് യു മാം. ആരായിരുന്നു പറഞ്ഞത്? എനിക്ക് കണ്ടില്ല. ഉഷ ടീച്ചറാണ്. ഉഷ മാം, താങ്ക് യു മാം. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയായിരുന്നു. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ സന്തോഷമായിരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ, അത് ഇമോഷണൽ വെൽബീയിങ്ങിനെ കുറിച്ചാണ് മാം പറഞ്ഞത്. ഞാൻ നമ്മുടെ ഇമോഷൻസ് അവയെ കുറിച്ച് നടക്കുന്ന കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നൊരു റെസ്പോൺസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു സർ. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരികപരമായതും അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പെരുമാറ്റ രീതികളിൽ നിന്നുമെല്ലാം ഉടലെടുക്കുന്ന സങ്കീർണമായ ചില പ്രതികരണ രീതികളാണ് ഇമോഷൻസ്, അല്ലെ? ഈ ഇമോഷൻസ് എല്ലാവരിലും ഒരുപോലെയാണോ? നോ, അല്ല. ഒരിക്കലുമല്ല, അല്ലെ? അതിന്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു, നമ്മുടെ സ്വന്തം പെരുമാറ്റ രീതികളും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ശാരീരിക ചലനങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇമോഷൻസ് ആർ ദി കോംപ്ലക്സ് റിയാക്ഷൻ പാറ്റേൺസ് ഇൻവോൾവിംഗ് എക്സ്പീരിയൻഷ്യൽ, ബിഹേവിയറൽ ആൻഡ് ഫിസിയോളജിക്കൽ എലമെന്റ്സ്. അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസിനനുസരിച്ച് നാം എങ്ങനെ ഒരു പ്രോബ്ലത്തെ നോക്കി കാണുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് വ്യത്യസ്തമായിരിക്കാം. ഞാൻ ഇമോഷൻ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല ഇവിടെ ഇരിക്കുന്ന മറ്റു പലരും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. ചിലരുടേത് സ്ട്രോങ് ആയിരിക്കാം, ചിലർ അത് വീക്ക് ആയിട്ടായിരിക്കാം പ്രകടിപ്പിക്കുന്നത്. സാധാരണയായി നമ്മുടെ സൈക്കോളജിസ്റ്റ് 27 ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും നാം അതിൽ പ്രോമിനന്റ് ആയി പ്രകടിപ്പിക്കുന്ന ഒരു 4 ഇമോഷൻസ് ഉണ്ട്. അവ ഏതൊക്കെയായിരിക്കും ഒന്ന് പറയാം? ഒന്ന് ദേഷ്യമായിരിക്കും, ഒന്ന് ദേഷ്യം, സന്തോഷം, സങ്കടം, അതും വളരെ കറക്റ്റ് ആയിരുന്നു. ഫിയർ, വെരി ഗുഡ്.
സോ ഞാൻ ഉദ്ദേശിച്ച ആ 4 ഇമോഷൻസ് തന്നെ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചു. താങ്ക് യു ആൾ. നമ്മൾ എപ്പോഴും പ്രകടിപ്പിക്കുന്ന 4 ഇമോഷൻസ് ഇതൊക്കെയാണ്: സന്തോഷം, ദുഃഖം, ഭയം, ദേഷ്യം. ഹാപ്പി, സാഡ്, ഫിയർ, ആംഗർ. ഇതിൽ ഏറ്റവും കൂടുതലായി നാം പ്രകടിപ്പിക്കുന്ന ഇമോഷൻ ഏതായിരിക്കും? ഓരോരുത്തരും ഞാൻ വ്യത്യസ്തമായിരിക്കും, ആളാണ്. എന്നാലും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഞാൻ സങ്കടത്തിന്റെ ആളാണ്. സങ്കടത്തിന്റെ. ഓക്കെ, താങ്ക് യു സർ. ഞാൻ സന്തോഷത്തിന്റെ ആളാണ്. ഞാനും സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷത്തിന്റെ ആളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സാർ ഇമോഷണലി വെൽബീങ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ ഹാപ്പിനെസ് ഇനി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഹാപ്പിനെസ് ഞാൻ ഇഷ്ടപ്പെടുന്ന ദേഷ്യത്തിന്റെ ആളാണ്. അവരെല്ലാം കൂടുതൽ സന്തോഷക്കാരാണ് ഇവിടെ ഉള്ളത്. ആങ്കറിന് ഒരാൾ വേണ്ടേ? അത് ഞാനാകാം. അതെ, രണ്ടുപേരും ദേഷ്യക്കാരുണ്ട്. ഞാനുണ്ട്. ഞാനുമുണ്ട്. അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്നത് പോലും. കാരണം ഞാനും ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായി കഴിയുന്നുണ്ട്. മാഡം, പക്ഷെ സന്തോഷം പലരും സ്നേഹം എന്ന് പറയുന്നത് അതെ ഒരു ഫീലിംഗ്, അതൊരു ഫീലിംഗ് ആണ്, നമ്മുടെ ഒരു ഫീലിംഗ്. അപ്പൊ നമുക്ക് ഒരുപാട് ഇമോഷൻ സാധാരണ ഞാൻ പല രീതിയിലും സെർച്ച് ചെയ്തപ്പം 108ഓളം വ്യത്യസ്ത രീതിയിലുള്ള ഇമോഷൻസ് ഉള്ളതായാണ് കാണാൻ കഴിഞ്ഞത്. അതിൽ നമ്മൾ പ്രോമിനന്റ് ആയി കാണിക്കുന്നതാണ് 27 ഇമോഷൻസ് സൈക്കോളജിസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തത്. അവിടെയും നാം പ്രകടമാക്കുന്ന 4 ഇമോഷൻസ് ആണ് നാം ഇപ്പൊ പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ നമ്മുടെ ദിനേഷ് സാർ ആദ്യമേ എടുത്തു പറഞ്ഞ ആ ഒരു ഇമോഷൻ, എനിക്കൊക്കെ ഏറ്റവും കൂടുതലായി ഉള്ള ആ ഒരു ഇമോഷൻ ആങ്കർ അല്ലെ. നമ്മളിപ്പോ ദേഷ്യമായാലും അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും ഭയവും എല്ലാം നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പരിധി വരെ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ ദേഷ്യം അത് മറ്റുള്ളവരെ മുറിപ്പെടുത്തിയേക്കാം. ചിലപ്പോൾ നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ദേഷ്യം കൊണ്ട് ഉണ്ടാക്കിയേക്കാം. പലരും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായി കഴിയുന്നില്ല, അങ്ങനെ നാം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അനാവശ്യ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാം ഒരിക്കലും ഇമോഷണലി വെൽബീയിങ് ആണെന്ന് പറയാൻ കഴിയില്ല, അല്ലെ? നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതിനെ ആവശ്യമുള്ള രീതിയിലേക്ക് കൺട്രോൾ ചെയ്യാനും പോസിറ്റീവ് വേയിലൂടെ അതിനെ ഉപയോഗിക്കാനും വളരെയധികം പ്രൊഡക്റ്റീവായി കൺസ്ട്രക്റ്റീവായി നമ്മുടെ ഇമോഷൻസിനെ മാറ്റിയെടുക്കാനുമുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഇമോഷണലി വെൽനെസ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നാം ഇമോഷണലി പുവർ ആണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് പ്രൊഡക്റ്റീവ് വേയിലേക്ക് പോസിറ്റീവായി എപ്പോഴും ഉപയോഗിക്കാൻ കഴിയണം. ഇമോഷണൽ വെൽബീയിങ് ഈസ് അബൌട്ട് റെക്കഗ്നൈസിങ്, എക്സ്പീരിയൻസിങ് ആൻഡ് മാനേജിങ് എ വൈഡ് റേഞ്ച് ഓഫ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇൻ എ കൺസ്ട്രക്റ്റീവ് വേ. നമ്മുടെ തോട്ട്സിനെയും ഫീലിംഗ്സിനെയും എല്ലാം പോസിറ്റീവ് വേയിലൂടെ കൺസ്ട്രക്റ്റീവ് വേയിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ വെൽബീയിങ് സാധ്യമാണ്. ഇവിടെ ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആങ്കറിനെ കുറിച്ച് നാം പറഞ്ഞു. ഈ ആങ്കർ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. ഒരു മകന്റെയും അച്ഛന്റെയും ഒരു കഥ ചെറിയ രൂപത്തിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. ഒരു മകൻ എല്ലായ്പ്പോഴും ദേഷ്യപ്പെടുന്നവനായിരുന്നു. എന്നാൽ അവന്റെ ദേഷ്യത്തെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം അവൻ അവന്റെ അച്ഛനോട് അവന്റെ ദേഷ്യത്തെ കുറിച്ച് പറയുകയും അത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ മകൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്തു. നല്ല ഒരു ഭംഗിയുള്ള പലക കൊടുത്ത് നിനക്ക് ദേഷ്യം വരുന്ന സമയങ്ങളിലെല്ലാം ആ ദേഷ്യം മാറുന്നത് വരെ ഈ പലകയിൽ ആണി അടിക്കാനായി പറഞ്ഞു. അങ്ങനെ മകൻ ദിവസേന ദേഷ്യം വരുന്ന സമയത്ത് പലകയിൽ ആണി അടിക്കാനായി തുടങ്ങി. ഇങ്ങനെ ആണി അടിച്ച് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ അടിക്കുന്ന ആണികളുടെ എണ്ണം കുറഞ്ഞു വന്നു. മകന് വളരെയധികം സന്തോഷമായി. അവനത് അച്ഛനെ അറിയിച്ചു. അച്ഛൻ നല്ല കാര്യം എന്ന രീതിയിൽ തലയാട്ടി. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് ഒറ്റ ആണി പോലും പലകയിൽ അടിക്കേണ്ടി വന്നില്ല. ഈ കാര്യവും അവൻ അവന്റെ അച്ഛനോട് ഷെയർ ചെയ്തു. അപ്പോൾ അവന്റെ അച്ഛൻ അവനോട് നിർദ്ദേശിച്ചു, ഇനി നീ
ഓരോ ദിവസവും ആ പലകയിലെ ഓരോ ആണി വീതം പറിച്ചു കളഞ്ഞു. മകൻ അത് അനുസരിച്ചു. ഓരോ ദിവസമായി പലകയിലെ ആണി മുഴുവൻ മകൻ പറിച്ചു കളഞ്ഞു. എന്നിട്ട് അച്ഛന്റെ അടുത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഓടി വന്നു. അച്ഛാ, ഇപ്പോൾ ഞാൻ ആ പലകയിലെ ആണി മുഴുവൻ പറിച്ചു കഴിഞ്ഞു. അച്ഛൻ ആ പലക ഒന്ന് കാണിക്കാൻ മകനോട് ആവശ്യപ്പെട്ടു. ആ പലക നിറയെ തുളകളായിരുന്നു. അച്ഛൻ മകനോടായി പറഞ്ഞു, ഇതുപോലെയാണ് നാം പറയുന്ന ഓരോ വാക്കുകളും. നമുക്ക് ദേഷ്യമുള്ള സന്ദർഭങ്ങളിൽ നാം പ്രകടിപ്പിക്കുന്ന ദേഷ്യം അത് നമുക്ക് സ്വാഭാവികമായി തോന്നിയാലും മറ്റുള്ളവരിൽ അത് ഉണ്ടാക്കുന്ന മുറിപ്പാടുകൾ, അവർ നമ്മളോട് ക്ഷമിച്ചു കഴിഞ്ഞാലും അവരിൽ ഉണ്ടാകുന്ന മുറിപ്പാടുകൾ അത് ഉണങ്ങാതെ അവിടെ തന്നെ അവശേഷിച്ചേക്കാം. അതുകൊണ്ട് നാം നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ഒരു വളരെ വിലപ്പെട്ട ഫോൺ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും നാം എന്ത് ചെയ്യും? ദേഷ്യം വരും. എന്തായിരിക്കും ചെയ്യുന്നത്? സമയക്കുറവ് മൂലം ഞാൻ തന്നെ പറയാം, ദേഷ്യപ്പെടും അല്ലേ? പറ്റുമെങ്കിൽ ഒരു അടിയും വെച്ചു കൊടുക്കും. എന്നാൽ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഫോൺ വീണതെങ്കിൽ നമുക്ക് അതേ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല അല്ലേ? നമ്മുടെ ദേഷ്യം എവിടെ പോയി? നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലേ? നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിനു വേണ്ട പ്രാക്ടീസ് ആണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് പോലെ തന്നെ, മെന്റൽ വെൽബീയിങ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമോഷണൽ വെൽബീയിങ്. ഇമോഷണലി വെൽബീയിങ് ആയവർക്ക് ജീവിതം വളരെ സന്തോഷകരമായി ജീവിച്ചു തീർക്കാനും നമ്മുടെ ജീവിതം ആസ്വദിക്കാനും ചുറ്റുപാടുകളുമായി സഹകരിക്കാനും നല്ല രീതിയിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുമെല്ലാം നമുക്ക് സാധിക്കും. ഇമോഷണലി വെൽബീയിങ് ആയവർ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, സെൽഫ് എസ്റ്റീം ഉള്ളവരായിരിക്കും, സെൽഫ് ആക്സെപ്റ്റൻസ് ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന ജീവിത നിലപാട് സ്വീകരിച്ചവരായിരിക്കാം ഇമോഷണൽ വെൽബീയിങ് ഉള്ളവർ എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ ഷെയർ ചെയ്യാനായി കഴിയും മറ്റുള്ളവരോട്. സാധാരണ ഇമോഷണൽ വെൽബീയിങ്ങിന്റെ കീ പോയിന്റ്സ് ആയി പറയപ്പെടുന്നത് ഹാവിംഗ് ദ എബിലിറ്റി ടു ഷെയർ അവർ ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മറ്റുള്ളവരുമായി അതിന്റെ അതേ ഡെപ്തോടു കൂടി ഷെയർ ചെയ്യാനായി നമുക്ക് സാധിക്കണം. സെയിങ് നോ വെൻ യു നീഡ് വിതൗട്ട് ഫീലിംഗ് ഗിൽറ്റി. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഒരു ഗിൽറ്റി ഫീലിംഗും ഇല്ലാതെ നോ പറയാൻ കഴിയണം. തെറ്റാണ് അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നോ പറയാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും പോസിറ്റീവായ രീതിയിൽ, പ്രൊഡക്റ്റീവായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇമോഷണൽ വെൽബീയിങ് ഉള്ളവർ, ഇമോഷണലി വെൽനെസ് ആയവർ. അവർക്ക് സ്ട്രോങ് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് കണക്ഷൻസ് ഉണ്ടായിരിക്കും, നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ആവശ്യമായ രീതിയിൽ റിലാക്സ് ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലംസിൽ നിന്നും ഒഴിഞ്ഞു മാറി റിലാക്സ് ചെയ്യാനുള്ള സമയം ഇമോഷണലി വെൽബീയിങ് ആയവർക്ക് ഉണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ, മികച്ച രീതിയിലേക്ക് സോൾവ് ചെയ്യാനും അവർക്ക് സാധിക്കും. സ്വന്തത്തെ കുറിച്ചൊരു ഫീലിംഗ് ഉള്ളവരായിരിക്കും ഈ ഇമോഷണൽ വെൽബീയിങ് ഉള്ളവർ. നമുക്ക് വേണ്ടി ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കാൻ അവർക്കുണ്ടായിരിക്കും. നാം ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെക്കേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാം നാം ഇമോഷണൽ വെൽബീയിങ് ആണ്. ഇമോഷണലി നാം വെൽബീയിങ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. നമ്മുടെ സെൽഫ് എസ്റ്റീം വളരെയധികം താഴ്ന്നു പോകും, സെൽഫ് കോൺഫിഡൻസ് താഴ്ന്നു പോകും, ആങ്സൈറ്റി, ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, പാരനോയിയ തുടങ്ങിയ മെന്റൽ ഇൽനെസ്സുകളെല്ലാം ചിലപ്പോൾ മെന്റൽ ഇമോഷണൽ വെൽനെസ് കുറവ് കൊണ്ടായിരിക്കാം നമുക്കുണ്ടാകുന്നത്. ഇവയിൽ നിന്നെല്ലാം മാറി
നല്ല ഇമോഷണൽ വെൽബീയിങ് ആയ ഒരു വ്യക്തിയായി നമുക്ക് മാറേണ്ടതുണ്ട്. അതിനായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ആദ്യമായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഏതവസരത്തിലും നന്ദിയുള്ളവരായിരിക്കുക, എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയാൻ നാം ശീലിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാത്തിലും നാം മറ്റുള്ളവരോട് ക്ഷമിക്കാനായി ശ്രമിക്കുക. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരു പരിധിവരെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. മാം ലാസ്റ്റ് ഓക്കെ സാർ. ദേഷ്യപ്പെട്ടാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ അധികരിപ്പിക്കാനേ കഴിയൂ. അതുകൊണ്ട് നമുക്ക് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം. നല്ല രീതിയിൽ ഉറങ്ങാം. നല്ല സ്ലീപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാം. ജീവിതത്തിൽ 8 മണിക്കൂറെങ്കിലും ഓരോ ദിവസം നമുക്ക് ഉറങ്ങാം. അതുപോലെ തന്നെ നല്ല ഈറ്റിംഗ് പ്രാക്ടീസ് ഉള്ളവരായി നമുക്ക് മാറാം. നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാം. ഇതിലൂടെയെല്ലാം നമുക്ക് ഇമോഷണൽ വെൽബീയിങ് ഉള്ളവരായി ജീവിക്കാൻ സാധിക്കട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഇമോഷൻസിൽ കേന്ദ്രീകരിക്കാനും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇമോഷണൽ വെൽബീയിങ് ആയി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. താങ്ക് യു മാം, താങ്ക് യു. ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ 3 ടോപ്പിക്കും കണക്റ്റഡ് ആയിരുന്നു. കൂടാതെ 3 വനിതാ രത്നങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെ 3 സെഷൻസ് കൊടുത്തു. 15 മിനിറ്റിൽ മാം ശരിക്കും ആളുകളെ ചിന്തിപ്പിക്കാൻ, ആഴങ്ങളിലേക്ക് ചിന്തിപ്പിക്കാൻ മാമിന് കഴിഞ്ഞു. ഒരുപാട് സന്തോഷം മാം. താങ്ക് യു വെരി മച്ച്. ലെമൺ ലൈറ്റിന്റെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. Thank you, sir, for this wonderful experience.